അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. കരം വീശി അത്ഭുതമായ നാമം, അതിശയമായ നാമം. നിലം തൊടാൻ അനുവദിക്കുന്നില്ല പിശാച്. പിന്നെ എങ്ങനെയാ ഭാഷ ശുശ്രൂഷിക്കണം? ഇതാ അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക്. അതിന്റെ മൂലഭാഷയുടെ അർത്ഥം അതാണ്. പക്ഷെ പുത്രന്റെ ഉള്ളിൽ വചനം വന്നു. പുത്രൻ പ്രാർത്ഥിച്ചത് വീട്ടുകാർ വിടിവിക്കപ്പെടാനല്ല. ഒരാളെ പറഞ്ഞു പുത്രന്റെ വിഷൻ വേറെയാ. അവന്റെ പുത്രൻ ആത്മശക്തിയോടെ പോയി നിന്നാൽ ആ പട്ടണം മുഴുവൻ പ്രകാശമായി മാറുകയാണ്. ഞാൻ എന്നോട് പറയുന്നത് ഇന്നിലുള്ള യഥാർത്ഥ ശുശ്രൂഷ, ഇന്നിലുള്ള യഥാർത്ഥ കൃപാവരങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരികയാണ്. രണ്ട് ശവന്റെ പുസ്തകം എന്നെടുത്ത്, രണ്ട് ശവന്റെ പുസ്തകം 3-4 വാക്കുകളൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്ക്. 2 ശമൂവേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്ക്. വേണ്ടവരെ സ്വീകരിച്ചാൽ മതി. ആ വാക്കൊന്ന് വായിച്ചേ. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി, നല്ലൊരു ആമേൻ, രാജാവിന് സ്വസ്ഥത നൽകിയത്. അത് ഞാൻ സ്വീകരിക്കുക. ചുറ്റുമുള്ള സകല ശത്രുക്കളെ, സകലമല്ല സകല ശത്രുക്കളെയും ഇന്ന് പറയും ദൈവം അടക്കാൻ പറയാണ്.